വളയഞ്ചിറങ്ങരയുടെ വായനപ്പുര 82ാം വയസ്സിലേക്ക്. വി.എൻ. കേശവപിള്ള സ്മാരക വായനശാലയുടെ ജന്മദിനം ആഘോഷമാക്കി ഒരു നാടും വായനക്കാരും. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഒരു നാടിന് അക്ഷരവെളിച്ചം പകർന്ന് 8 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക കേന്ദ്രമാണ് വളയഞ്ചിറങ്ങര വി.എൻ. കേശവപിള്ള സ്മാരക വായനശാല. വായനയുടെ ലോകം എന്നതിനു പുറമെ ഒരു നാടിന്റെ സാംസ്കാരികമായ സർവ്വ ഉന്നതികൾക്കും ഈ വായനശാല കാരണമായിട്ടുണ്ട്. വായനശാലയുടെ 82ാം ജന്മദിനാഘോഷം അക്ഷര സ്നേഹികൾ വിപുലമായി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. 81 വായനശാലകൾക്ക് നമ്മൾ ഇത്തരത്തിൽ ലാപ്ടോപ്പ് എല്ലാം അനുവദിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ 108 വായനശാലയ്ക്ക് കൂടി നമ്മൾ അടുത്ത മാസം കൊടുക്കാൻ വേണ്ടി 54 ലക്ഷം രൂപ കൂടി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട വായനശാലകൾക്കെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇല്ലാത്ത സൗകര്യം ഇപ്പോൾ ഇവിടെയൊക്കെ ലാപ്ടോപ്പും പ്രൊജക്ടറും എല്ലാം ഉണ്ടെന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഇല്ലാത്ത വായനശാലകൾക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സാമ്പത്തികമായ ഒരുപാട് ഇവിടെയും പ്രയാസമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ബാലാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് വായനശാലകളുണ്ട്. അപ്പോൾ ആ വായനശാലകൾ ഉൾപ്പെടെ ഈ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ വായനശാലകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം എന്ന പദ്ധതിയിലൂടെ 81 പേർക്ക് കൊടുത്തു, 108 പേർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 200ഓളം വായനശാലകൾക്ക് നമ്മൾ ഈ സ്കീമിൽ നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഈ വായനശാലയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് ജില്ലാ പഞ്ചായത്തിന് ലഭ്യമാകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് കാലോചിതമായ മാറ്റങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ ഒരു പഴയകാല നന്മയിലേക്ക്, വായനാശീലത്തിലേക്ക് നമ്മുടെ ആളുകളെ, പുതിയ തലമുറയെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഏറ്റെടുക്കാം. വായനശാല പ്രസിഡന്റ് എം.എം. മോഹനൻ അധ്യക്ഷത വഹിച്ചു. SSLC, +2 ഉന്നത വിജയം നേടിയവരെയും വായനശാലയിൽ PSC പരിശീലനം നേടി സർക്കാർ ജോലിയിൽ നിയമനം ലഭിച്ചവരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് എന്നിവർ ചേർന്ന് മൊമന്റോകൾ നൽകി അനുമോദിച്ചു. നമുക്കറിയാം, ഏറ്റവും സന്തോഷം ഉള്ള ദിവസമാണ്. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ചടങ്ങാണ്. അതും എടുത്തു പറയുന്നത് വളയഞ്ചിറങ്ങര വായനശാല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം രായമംഗലം പബ്ലിക് ലൈബ്രറി ചെന്നപ്പോൾ തന്നെ അവിടെ എടുത്തു പറഞ്ഞൊരു പേരാണ് വായനശാല, ഈ വളയഞ്ചിറങ്ങര വായനശാലയുടെ പേര്. കാരണം എപ്പോൾ ചെന്നാലും എപ്പോഴും നിറച്ച ആളുകളുമായി ചെറിയ പിള്ളേർ തൊട്ട് ഇടത്തര യുവജനങ്ങൾ തൊട്ട് വയോജനങ്ങൾ തൊട്ട് വനിതകൾ വരെ പങ്കെടുക്കുന്ന ഒരു വായനശാലയാണ് നമ്മുടെ വളയഞ്ചിറങ്ങര വായനശാല. എപ്പോഴും ആളുകളുണ്ട്. കാരണം പല വായനശാലകളിലും പല സമയങ്ങളിലും ശൂന്യത അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഇവിടെ എപ്പോഴും എല്ലാ തരത്തിലും നല്ല ആളുകൾ വന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം ഇപ്പം മാഷ് തന്നെ നമുക്കറിയാം, മാഷ് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു അധ്യാപകനായിരുന്നു. പെൻഷൻ പറ്റി ഇതുപോലെ പെൻഷൻ പറ്റി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഈ വായനശാല പ്രവർത്തനമായി കൂട്ടായ പ്രവർത്തനമായി മുന്നോട്ട് വെക്കുമ്പോൾ ആ വായനശാല നല്ല രീതിക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ PKV സ്മാരക വായനശാലയിൽ നമ്മൾ ശാരദ ചേച്ചി കൊടുക്കും ഇതുപോലെയൊന്നും പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം പെൻഷൻ പറ്റി എല്ലാവരും ഈ വായനശാലയിലെ കമ്മിറ്റികളായി ഒറ്റക്കെട്ടായി ഒട്ടേറെ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വായനശാലയാണെന്ന് എപ്പോഴും പറയും. കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NP അജയ് കുമാർ വിജയികൾക്ക് ആശംസകൾ അർപ്പിച്ചു. ഇന്നിവിടെ അനുമോദിക്കപ്പെടുന്ന SSLC, +2 വിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികളും വലിയൊരു വിഭാഗം കുട്ടികളും നമ്മുടെ തന്നെ ചേർന്നുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ വളയഞ്ചിറങ്ങരയിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അവരെല്ലാവരും തന്നെ നല്ലൊരു പങ്ക് കുട്ടികളും വളയഞ്ചിറങ്ങര LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ്. അതിനേക്കാൾ സന്തോഷമുള്ള ഒന്ന്, ഇതിൽ ഏതാണ്ട് ഒരു 80% കുട്ടികളെങ്കിലും ഇന്നിവിടെ അനുമോദിക്കപ്പെടുന്ന കുട്ടികളിൽ 80% പേരെങ്കിലും നമ്മുടെ വായനശാലയിലെ ബാലവേദി അംഗങ്ങൾ കൂടിയാണ് എന്നുള്ളത് വായനശാലയ്ക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. അവർക്ക് വായനശാലയുടെ പേരിലുള്ള പ്രത്യേകിച്ചും അവർ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുള്ളവർ കൂടിയാണ്. നാളെ അവർക്ക് കൂടി ഒരു പ്രചോദനം ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പഠനത്തിന് ശേഷം ഒരു ജോലിയാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. നിങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഒത്തുചേരുന്നത് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഈ വായനശാല ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി വലിയൊരു കഠിനാധ്വാനം നടത്തിയാണ് അവർ PSC നിയമനം നേടിയെടുത്തിട്ടുള്ളത്. അവരുടെ ഒരു പഠന രീതി കുട്ടികൾ മനസ്സിലാക്കേണ്ടത് രാവിലെ 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകി 9 മണി 10 മണി വരെയൊക്കെ മുഴുവൻ സമയം ഇരുന്ന് ഒരു മിനിറ്റ് പോലും കളയാതെ ഇരുന്ന് പഠിച്ചിട്ടാണ് അവരെല്ലാവരും PSCക്ക് വിവിധ സ്ഥാപനങ്ങളിലായി നിയമനങ്ങൾ നേടിയിട്ടുള്ളത്. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ട് തന്നെ അവരെ കണക്കാക്കേണ്ടതാണ്. പഞ്ചായത്ത് അംഗം ജോയ് പൂണേലി, വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ NR അജിത്, ഹെഡ് മാസ്റ്റർ G അനന്തകുമാർ, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് KK ഉഷ, സുവർണ തിയേറ്റേഴ്സ് പ്രസിഡന്റ് G അജീന,
ഒളിമ്പിക് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീനാഥ് ആർ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.